പെഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ മറുപടിയായിരുന്നു മെയ് 7 നടന്ന ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഓപ്പറേഷന് ശേഷം ഒരുപാട് ഫേക്ക് ന്യൂസുകളും അലിഗേഷൻസും മിസ്ഇൻഫർമേഷൻസും വരുന്നുണ്ട്. ശരിക്കും ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചോ? ഇന്ത്യയുടെ പ്ലെയിനുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടോ? എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത്? പ്രോപ്പർ ഫാക്ട്സിൻ്റെയും ഡാറ്റയുടെയും ബേസിസിൽ ഇതുവരെയുള്ള സിറ്റുവേഷൻ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്ലെയിംസും അലിഗേഷൻസും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്ലെയിം, ഇന്ത്യ പറയുന്നത് ടെററിസ്റ്റുകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ്. പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ അറ്റാക്ക് ചെയ്തത് സിവിലിയൻസിനാണ്. ഈ ഓപ്പറേഷന് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് നടത്തിയ ഒഫീഷ്യൽ പ്രസ് മീറ്റിൽ പറഞ്ഞത് ടെററിസ്റ്റുകളെ മാത്രം ഫോക്കസ് ചെയ്ത് സിവിലിയൻ ഏരിയാസും മിലിറ്ററി ടാർഗറ്റ്സും അവോയ്ഡ് ചെയ്ത് ക്ലിനിക്കലായിട്ടുള്ള ഒരു ടാർഗറ്റഡ് സ്ട്രൈക്ക് ആയിരുന്നു എന്നാണ്. പാകിസ്ഥാനിലെ 4ഉം പാക് ഒക്യുപ്പൈഡ് കശ്മീരിലെ 5ഉം മൊത്തം 9 ടെററിസ്റ്റ് ക്യാമ്പുകളായിരുന്നു ഈ ഓപ്പറേഷൻ്റെ ടാർഗറ്റ്. ഇനി ഈ ക്യാമ്പുകളുടെ ഡീറ്റെയിൽസ് നോക്കിയാൽ ലാഹോറിനടുത്തുള്ള മുറിക്കയിലെ മർക്കസ് തൊയ്ബ ക്യാമ്പ് ലഷ്കർ ഇ തൊയ്ബയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണിത്. ഒരു വർഷം 1000ഓളം തീവ്രവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഈ ക്യാമ്പിന് ഒസാമ ബിൻ ലാദൻ വരെ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. 2008 മുംബൈ തീവ്രവാദി ആക്രമണം നടത്തിയ അജ്മൽ കസബിനും അതിൻ്റെ സൂത്രധാരൻ ഡേവിഡ് ഹെഡ്ലിക്കും ഈ ക്യാമ്പിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഇതേ ക്യാമ്പിൽ വെച്ചിട്ടാണ് ലഷ്കർ ഇ തൊയ്ബയുടെ തലവനായിട്ടുള്ള ഹാഫിസ് സയ്യിദിനെ ആദ്യമായിട്ട് കണ്ടതെന്നും 21 ദിവസത്തെ ട്രെയിനിങ് കിട്ടിയതെന്നും ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായതെന്നും ഒരു ഇൻട്രോഗേഷനിൽ 2018 അജ്മൽ കസബ് സമ്മതിക്കുകയുണ്ടായി. പെഹൽഗാം അറ്റാക്കിന് ശേഷം പാകിസ്ഥാൻ ആർമി തന്നെ ഹാഫിസ് സയ്യിദിനെ റീലൊക്കേറ്റ് ചെയ്യും, അയാൾക്കുള്ള പ്രൊട്ടക്ഷൻ കൂട്ടുകയും ചെയ്തിരുന്നു. ഭാവൽപൂരിനടുത്തുള്ള മർക്കസ് സുബാനുള്ള ക്യാമ്പ് ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണിത്. ഈ ക്യാമ്പിൽ വെച്ചിട്ടാണ് പഠാൻകോട്ട് ആക്രമണം പ്ലാൻ ചെയ്തതും അതിനുള്ള ട്രെയിനിങ് നൽകിയതും. 2016 തൊട്ട് തന്നെ തീവ്രവാദി ആക്രമണങ്ങളും ഈ ക്യാമ്പ് തമ്മിലുള്ള ബന്ധം പുറത്തു വന്നതാണ്. അതുപോലെ സവായ് നാല ക്യാമ്പ്, പെഹൽഗാം അറ്റാക്കിലെ തീവ്രവാദികൾക്ക് ട്രെയിനിങ് കിട്ടിയത് ഈ ക്യാമ്പിൽ നിന്നായിരുന്നു. കോട്ട്ലി ക്യാമ്പ് 2024 ജമ്മു കാശ്മീരിൽ ബസ്സിൽ യാത്ര ചെയ്യായിരുന്ന 9 തീർത്ഥാടകരെ കൊന്ന അറ്റാക്ക് കോർഡിനേറ്റ് ചെയ്തത് ഈ ക്യാമ്പാണ്. സിയാൽകോട്ടിലെ സർജൽ ക്യാമ്പ് റീസെന്റ് ജമ്മു കാശ്മീരിലെ 4 പോലീസ് ഓഫീസേഴ്സിനെ കൊന്ന ഓപ്പറേഷൻ കോർഡിനേറ്റ് ചെയ്തത് ഈ ക്യാമ്പിൽ വെച്ചിട്ടാണ്. ഇന്ത്യയുടെ ക്ലെയിം ശരിയാണെന്നും അറ്റാക്ക് ചെയ്ത് ടെററിസ്റ്റ് ക്യാമ്പുകളെ തന്നെയാണെന്നും പ്രൂവ് ചെയ്യുന്നതാണ് ജെയ്ഷ് ഇ മുഹമ്മദ് ഇറക്കിയ സ്റ്റേറ്റ്മെന്റ്. ജെയ്ഷ് ഇ മുഹമ്മദ് ഹെഡായിട്ടുള്ള മസൂദ് അസറിന്റെ ഫാമിലിയിൽപ്പെട്ട 10 പേരാണ് ഈ അറ്റാക്കിൽ മരിച്ചത്. ഈ ക്യാമ്പുകളെ പറ്റി പബ്ലിക് ഡൊമൈനിൽ തന്നെ ഇത്രയധികം ഇൻഫർമേഷൻസും സോളിഡ് പ്രൂഫും ഉണ്ടെങ്കിലും പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ അറ്റാക്ക് ചെയ്തത് സിവിലിയൻസിനാണെന്നും ഇന്ത്യയുടെ അറ്റാക്കിൽ ഒരുപാട് സാധാരണക്കാർ മരിച്ചെന്നും പാകിസ്ഥാനിൽ ഒരൊറ്റ ടെററിസ്റ്റ് ക്യാമ്പ് പോലും ഇല്ലെന്നാണ്. ടെററിസ്റ്റ് ക്യാമ്പ്സ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അമേരിക്ക പാകിസ്ഥാനിൽ 429 തവണ ഡ്രോൺ സ്ട്രൈക്സ് നടത്തിയത്? ഇതേ പാകിസ്ഥാൻ തന്നെ പലവട്ടം അവരുടെ സ്വന്തം ജനങ്ങളുടെ മുകളിൽ ബോംബിട്ടിട്ടുണ്ട്. 2010 ഖൈബർ പ്രോവിൻസിലെ എയർ സ്ട്രൈക്കിൽ 71 സിവിലിയൻസ് ആണ് മരിച്ചത്. 2025 അതേ പ്രോവിൻസിൽ 9 സിവിലിയൻസിനെ കൊന്നു. 2014 വസീർസ്ഥാനിലെ എയർ സ്ട്രൈക്കിൽ 30 സിവിലിയൻസ് മരിച്ചു. 2024 ഇറാന്റെ ബോർഡറിൽ നടത്തിയ അറ്റാക്കിൽ 10 സിവിലിയൻസ് ആണ് മരിച്ചത്. സ്വന്തം രാജ്യത്തെ ആളുകളെ ബോംബിട്ട് കൊന്ന ഒരു രാജ്യത്തിന്റെ പ്രൊപ്പഗാൻഡ വിശ്വസിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലെ ചിലർ അവരുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും സ്റ്റാറ്റസും ഇടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദിയായ ഒസാമ ബിൻ ലാദനെ വർഷങ്ങളോളം ഒളിപ്പിച്ചു വെച്ച പാകിസ്ഥാൻ, സാജിദ് മീർ എന്ന തീവ്രവാദി മരിച്ചുപോയി എന്ന ലോകത്തിനോട് കള്ളം പറഞ്ഞ പാകിസ്ഥാൻ, ഇന്ത്യയിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്സ് ഞങ്ങൾ നടത്തിച്ചതാണ് എന്ന് ഒരു മുൻ പ്രസിഡന്റ് പറഞ്ഞ പാകിസ്ഥാൻ, എന്തിനേറെ സ്വന്തം പട്ടാളക്കാരുടെ മൃതദേഹം വരെ ഏറ്റെടുക്കാൻ റെഡിയാകാതിരുന്ന പാകിസ്ഥാൻ. ഈ പാകിസ്ഥാനെയാണ് ഇന്ത്യൻ ഗവൺമെന്റിനേക്കാളും ഇന്ത്യൻ ആർമിയെക്കാളും ഇവിടെ ചില ആളുകൾക്ക് വിശ്വാസം. എന്ത് ട്രസ്റ്റ് വർത്തിനെസ് ആണ് ഈ പാകിസ്ഥാനിൽ ഇവർ കാണുന്നതെന്ന് ഞങ്ങൾക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. 2001 പാർലമെന്റ് അറ്റാക്ക്, 2008 മുംബൈ അറ്റാക്ക്, 2016 ഉറി അറ്റാക്ക്, 2019 പുൽവാമ അറ്റാക്ക്, ഈ അറ്റാക്കുകളുടെ എല്ലാം ഇൻവെസ്റ്റിഗേഷനിൽ കൊളാബറേറ്റ് ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെന്റ് പാകിസ്ഥാനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. എന്നിട്ടും അവർക്കിതിൽ യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് പിന്നെയും തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാനെ എന്ത് ബേസിസിലാണ് ഇന്ത്യ വിശ്വാസത്തിലെടുക്കുക? ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിനോട് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി ഒരു ബ്രീഫിംഗ് തരുമോ എന്ന് മീഡിയ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ഓപ്പറേഷൻ ഇപ്പോഴും ഓൺഗോയിങ് ആണെന്നാണ്. അറ്റ്ലീസ്റ്റ് ഒഫീഷ്യൽ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ വരുന്നവരെങ്കിലും നേരത്തെ പറഞ്ഞ പോലത്തെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇടുന്നത് ഒഴിവാക്കും. ഈ പോസ്റ്റുകൾ ഉപയോഗിച്ച് ഫേക്ക് നറേറ്റീവ്സ് ഉണ്ടാക്കും. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ്സ് പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞു വന്ന ഒരു ആർട്ടിക്കിൾ അവർ പിൻവലിച്ചിട്ടും പാകിസ്ഥാൻ മീഡിയയും ചൈനീസ് മീഡിയയും അത് യൂസ് ചെയ്തത്. ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ഫോട്ടോ ആണ് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ്സ് വെടിവെച്ചിട്ടു എന്നതിന്റെ പ്രൂഫായിട്ട് ഒരു മീഡിയ ഇന്റർവ്യൂവിൽ നൽകിയത്. ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഇട്ട ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആണെന്നുള്ള നറേറ്റീവ് ആയിരിക്കും എനിമീസ് ക്രിയേറ്റ് ചെയ്യുക. ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ ഒപ്പോസ് ചെയ്യുന്ന ഓപ്പോസിഷൻ പാർട്ടീസും ലീഡേഴ്സും വരെ ഗവൺമെന്റിനും ആർമിക്കും ഫുൾ സപ്പോർട്ട് നൽകുന്ന ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഈ സിറ്റുവേഷനിലല്ല ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടേണ്ടത്.
ഇന്ത്യയുടെ ഡിസിഷൻസിനെ ജഡ്ജ് ചെയ്യുന്നതും ക്രിറ്റിസൈസ് ചെയ്യുന്നതുമെല്ലാം ഈ സിറ്റുവേഷൻ ഡീഎസ്കലേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം. അടുത്തൊരു ക്ലെയിമാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ്സ് വെടിവെച്ചിട്ട് വന്നത്. ആദ്യം അവർ പറഞ്ഞു 3 റഫാലെ ജെറ്റ്സ് തകർത്തുന്നു. പിന്നീട് അത് 3 റഫാലും 1 മിഗും 1 സുഖോയായി. പിന്നെ അത് 3 റഫാലും 1 മിഗും 1 സുഖോയും 25 ഡ്രോണായി. ഇനി അവർ പറയും ക്രിപ്റ്റോണൈറ്റ് ഉപയോഗിച്ച് സൂപ്പർമാനെ വെടിവെച്ചിട്ടുന്ന്. കാരണം പറയുന്നത് പാകിസ്ഥാനാണ്. പ്രൂഫ് അഥവാ സത്യം എന്ന കോൺസെപ്റ്റ് ആ രാജ്യത്തില്ല. ഇതേ പാകിസ്ഥാൻ തന്നെയാണ് അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റ്സ് LOC ക്രോസ് ചെയ്തില്ല എന്ന് പറഞ്ഞത്. പാകിസ്ഥാൻ മീഡിയയിൽ വന്ന കുറച്ച് ഫോട്ടോസ് നമുക്കൊന്ന് നോക്കാം. പാകിസ്ഥാൻ ഒബ്സർവറിൽ 5 എയർക്രാഫ്റ്റ്സ് വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞു വന്ന ഫോട്ടോയും പാകിസ്ഥാൻ ഡെയിലി ടൈംസിൽ 2 എയർക്രാഫ്റ്റ്സ് വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞു വന്ന ഫോട്ടോയും സെയിം ആണ്. പക്ഷേ ഇത് രണ്ടും ഇന്ത്യയിൽ ട്രെയിനിങ്ങിനിടെ ആക്സിഡൻറ്റ് പറ്റിയ എയർക്രാഫ്റ്റ്സ് ആണ്. 2021 ആക്സിഡൻറ്റ് പറ്റിയ MiG-21 2024 ആക്സിഡൻറ്റ് പറ്റിയ MiG-29. ഗാസയിലെ ബോംബിംഗ് വീഡിയോസ് കാണിച്ചാണ് ഇന്ത്യ സിവിലിയൻസിനെ ബോംബ് ചെയ്തു എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ജാഗ്വാർ ജെറ്റ്സ് വെടിവെച്ചിട്ടു എന്ന് പറയുന്നത് 2025 ട്രെയിനിങ്ങിനിടെ ഇന്ത്യയിൽ തന്നെ നടന്ന ക്രാഷാണ്. റഫായേൽ വെടിവെച്ചിട്ടു എന്ന് പറയുന്ന ഫോട്ടോ പാകിസ്ഥാൻ്റെ തന്നെ പ്ലെയിൻ ക്രാഷ് ആയതാണ്. പല പാകിസ്ഥാനി ഹാൻഡിലുകളും സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ റിലേറ്റഡ് പേജുകൾ ഉണ്ടാക്കി ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കേണൽ എന്നും മേജർ ജനറൽ എന്നും അഡ്മിറൽ എന്നൊക്കെ ടൈറ്റിൽസ് കൊടുത്ത് ഇന്ത്യൻ ഫ്ലാഗ് DP ആയിട്ടുള്ള ഈ പ്രൊഫൈലുകൾ ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷേ പാകിസ്ഥാനീസാണ്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ സോഴ്സിൽ നിന്നല്ലാത്ത യാതൊരു ഇൻഫോർമേഷൻസും വിശ്വസിക്കരുത്. ഞങ്ങൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന 8 മെയ് വരെയുള്ള വേരിഫൈഡ് ഇവൻറ്റ്സിൻ്റെ ടൈം ലൈൻ നോക്കിയാൽ പെഹൽഗാം അറ്റാക്കിന് ശേഷം തന്നെ പാകിസ്ഥാൻ സീസ് ഫയർ വയലേറ്റ് ചെയ്ത് LOCയിൽ ഫയറിംഗ് തുടങ്ങി. പെഹൽഗാം അറ്റാക്കിന് മറുപടിയായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ 14 ദിവസത്തിന് ശേഷം 7th മെയ് മോർണിംഗിലാണ് ഇന്ത്യ നൽകിയത്. ഇതിനുശേഷം പാകിസ്ഥാൻ ഫയറിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി LOCയിൽ കൂട്ടി. ഇതിന് മറുപടിയായിട്ട് ഇന്ത്യയും LOCയിൽ ഫയറിംഗ് ആരംഭിച്ചു. 8th മെയ് ഉച്ചയ്ക്ക് ഇന്ത്യ ഒഫീഷ്യലി നടത്തിയ പ്രസ് മീറ്റിൽ പറഞ്ഞത് ശ്രീനഗർ, ജമ്മു, പഠാൻകോട്ട്, അമൃത്സർ, ജലന്ധർ പോലുള്ള നോർത്ത് ഇന്ത്യയിലും വെസ്റ്റ് ഇന്ത്യയിലും പല സ്ഥലങ്ങളിലേക്കും പാകിസ്ഥാൻ മിസൈൽ ആൻഡ് ഡ്രോൺ അറ്റാക്സ് നടത്തിയെന്നും അതിന് മറുപടിയായിട്ട് പാകിസ്ഥാൻ്റെ റഡാർ സിസ്റ്റംസ് ഇന്ത്യ അറ്റാക്ക് ചെയ്തെന്നും ലാഹോറിലെ എയർ ഡിഫൻസ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്തെന്നുമാണ്. പാകിസ്ഥാൻ്റെ ഷെല്ലിംഗ് അറ്റാക്കിൽ കുട്ടികൾ ഉൾപ്പെടെ 16ഓളം സിവിലിയൻസ് മരിക്കുകയും 50ഓളം ആളുകൾക്ക് പരിക്ക് പറ്റിയെന്നും ഈ പ്രസ് മീറ്റിൽ ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞിരുന്നു. 8th മെയ് രാത്രി ജമ്മുവിൽ പാകിസ്ഥാൻ ഡ്രോൺ സ്ട്രൈക്സ് നടത്തിയതായിട്ടും പാകിസ്ഥാൻ്റെ മിസൈൽസ് ഇന്ത്യ ഇൻ്റർസെപ്റ്റ് ചെയ്തതായിട്ടും അമൃത്സർ, ജമ്മു, ചണ്ഡീഗർ പോലെ പല സ്ഥലങ്ങളിലും ബ്ലാക്ക് ഔട്ട്സ് സംഭവിച്ചതായിട്ടും കൺഫേംഡ് റിപ്പോർട്ട്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ സ്റ്റാറ്റസ് ഇട്ട് കണ്ട ഒരു വാർത്തയാണ് മസൂദ് അസറിൻ്റെ സഹോദരൻ ഡാനിയൽ പേൾ എന്ന അമേരിക്കൻ ജേർണലിസ്റ്റിനെ വധിച്ച കാണ്ടഹാർ ഹൈജാക്കിങ്ങിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്ന അബ്ദുൾ റോഫ് അസർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത. പക്ഷേ ഈ വാർത്ത ഇതുവരെ ഇന്ത്യൻ സൈഡിൽ നിന്നോ പാകിസ്ഥാൻ സൈഡിൽ നിന്നോ കൺഫേം ചെയ്തിട്ടില്ല. പാകിസ്ഥാൻ്റെ 2 JF-17 തണ്ടർ എന്ന ഫൈറ്റർ ജെറ്റ്സ് ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന വാർത്ത പല മീഡിയ ചാനൽസ് റിപ്പോർട്ട് ചെയ്തെങ്കിലും ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ പാകിസ്ഥാൻ്റെ F-16 ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടെന്നും പാകിസ്ഥാനി പൈലറ്റ്സിനെ ജീവനോടെ പിടിച്ചെന്നും കറാച്ചി പോർട്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്തെന്നൊക്കെ റിപ്പോർട്ട്സ് വരുന്നുണ്ടെങ്കിലും ഇതൊന്നും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഇന്ത്യ കാണുന്ന ഒരു മേജർ എസ്കലേഷനാണിത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ട്രൂ ഇൻഫർമേഷനേക്കാളും മുമ്പ് വൈറലാകുന്നത് മിസ് ഇൻഫർമേഷൻസ് ആയിരിക്കും. ഈ മിസ്ഇൻഫോർമേഷൻസ് ഉപയോഗിച്ചായിരിക്കും എനിമീസ് ഫേക്ക് നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇതിനാണ് ഇൻഫോർമേഷൻ വാർഫെയർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ട്രസ്റ്റഡും റിലയബിൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന മീഡിയ ഹൗസസ് വരെ ന്യൂസ് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ട്സിൻ്റെ ബേസിസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രമേ ഇത് വിശ്വസിക്കാൻ പാടുള്ളൂ. കാരണം ആദ്യം ന്യൂസ് പബ്ലിഷ് ചെയ്യുന്ന കോമ്പറ്റീഷനിൽ പെട്ട് ഇവരും ഫേക്ക് ന്യൂസുകൾ പബ്ലിഷ് ചെയ്യാം. ഹിന്ദു മീഡിയ ഹൗസ് ഈ അടുത്തിടയ്ക്ക് പബ്ലിഷ് ചെയ്ത ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇതിൻ്റെ എക്സാമ്പിളാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷന് വേണ്ടി റിലേ ചെയ്യാൻ പറ്റുന്ന സോഴ്സുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പബ്ലിക് ഇൻഫർമേഷൻ പോർട്ടലും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെയും ആംഡ് ഫോഴ്സസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസുമാണ്. അതിൻ്റെ ലിങ്കുകൾ താഴെ കൊടുക്കാം. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഈ എസ്കലേഷൻ ഒരു യുദ്ധമായിട്ട് മാറിയിട്ടില്ല. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഓരോ മണിക്കൂറിലും അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷൻ ഇനി എന്താവും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒന്നുണ്ട്, നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻ ഫേസ് ചെയ്യാണ്. ചോദ്യം ചെയ്യാനും കുറ്റപ്പെടുത്താനുള്ള അവസരങ്ങൾ വരും. പക്ഷേ ഇപ്പോൾ ഇത് യൂണിറ്റിയുടെ സമയമാണ്. ഇന്ത്യക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ജയ് ഹിന്ദ്.